ഹലോ, എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് കുഞ്ഞു ഡെയിലി ലൈഫ് വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാൻ ലൈക്ക് അടിക്കുക, കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ പതിപോലെ ഇതാ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് പിന്നെ പെരുന്നാളിന് മുമ്പായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചാൽ കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു, കഴിഞ്ഞു എല്ലാം. പിന്നെ ഉള്ളിക്കൊട്ടയൊക്കെ കാലായിട്ടിരിക്കണമ്പോൾ ഒരു ഇടങ്ങറാണ്. പിന്നെ അവനൊക്കെ വിട്ട് പിന്നെ വരുമ്പോൾ കുറച്ച് മീനും കൂടി മേടിച്ചു കേട്ടോ. മത്തിയാണ്. പിന്നെ കൊണ്ടുവന്ന് ഒക്കെ അടുക്കി പെറുക്കി വെച്ചു. അപ്പം നമ്മുടെ ഉള്ളിക്കൊട്ടയെ നിറഞ്ഞിരിക്കുമ്പോൾ ഒരു സമാധാനമുണ്ടല്ലേ അടുക്കളയിൽ. കാലായിട്ടിരിക്കുമ്പോൾ അതൊരു ഇടങ്ങറായിരിക്കും. ഒന്നുമില്ലല്ലോ പറഞ്ഞിട്ട് പിന്നെ അതൊക്കെ കുറച്ച് മേടിച്ചിട്ടൊക്കെ അതിൽ ആക്കി വെച്ചു കേട്ടോ. പെരുന്നാളിന് മുമ്പ് മേടിച്ചതാണ്. അപ്പം ഇങ്ങനെ കിലോ 4 കിലോ 100, 5 കിലോ 100 സവാള ഉണ്ടാവും കേട്ടോ. അങ്ങനെ വാങ്ങലാട്ടോ. അപ്പോൾ കുറച്ച് ദിവസത്തിൽ നിൽക്കുമല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് പിന്നെ കുറേ ആയില്ല നമ്മൾ മീനൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ നല്ല മത്തി കിട്ടിയപ്പോൾ മേടിച്ചു കേട്ടോ. പിന്നെ ചോറ് അരി ഇട്ടു, വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അരി ഇട്ടു. പിന്നെ മീൻ നന്നാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ മീനൊന്ന് ഒക്കെ റെഡിയാക്കി വെച്ച ശേഷം അപ്പോൾ അത് തിളക്കുമ്പോഴത്തേനും മീനും നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. കറി കൂട്ടി വെച്ചിട്ട് മീൻ നന്നാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ എക്സാം അല്ലേ, പിന്നെ എല്ലാവരും ഉച്ചക്ക് വരും. വന്നു കഴിഞ്ഞാൽ ഒരേ ലഹളമായിരിക്കും കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴത്തേനുള്ള പണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങനെ ഫാത്തിമ കുട്ടീനെ വിളിക്കാൻ പോവുക ചെയ്യുക. പിന്നെ തിരുമ്മാൻ ഡെയിലി ഉള്ളത് മെഷീനിലിടും കേട്ടോ. അപ്പോൾ അതങ്ങനെ തിരുമ്പി കഴിയും. പിന്നെ അടുക്കൽ തുടക്കലൊക്കെ ഒന്നരാടം അങ്ങനെ അരി ഇടാൻ പോകട്ടോ ഞാൻ. പിന്നെ തക്കാളി ഉള്ളി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പുളി പിന്നെ ഋഷിമോൾക്ക് അപ്പോൾ ഇത്തിരി മാഗി വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മാഗി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ അതങ്ങനെ കടന്നത് ഇത്തിരി വേവുള്ള അരി ആയതുകൊണ്ട് നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുക കേട്ടോ. അപ്പോൾ വീഡിയോക്ക് ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ബോറാവും, ലെങ്ത്താവും, നിങ്ങൾക്കതൊരു ഇതാവൂലേ. ഇപ്പം ഞാൻ അങ്ങനെ പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻകറി വെക്കുന്നത് ഞാൻ എപ്പോഴും കാണിക്കലുണ്ട്. അപ്പം ഇന്ന് കാണിക്കണമെന്നില്ല കേട്ടോ. നല്ല നമ്മുടെ പാലക്കാട് സ്റ്റൈലിൽ നാടൻ മീൻകറി കേട്ടോ വെക്കണം. അതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടൂല കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങനെ വെക്കണം കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതാകുമ്പോൾ നല്ല ചോറ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് വറുക്കും ചെയ്യുക, കുറച്ച് കറിയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം മീൻചാറ് വെച്ചാൽ 2 ദിവസത്തിനൊക്കെ ഉണ്ടാവും കേട്ടോ. മീൻ ഇരിക്കരിക്ക നല്ല മീൻചാറ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ഒരു തേങ്ങ പൊട്ടിച്ച് ഒരു തേങ്ങ മുഴുവൻ ചിരണ്ടണം കേട്ടോ. ചിരണ്ടിയിട്ട് ആയിക്കോട്ടെ നമ്മൾ ചെറിയ ജീരകമല്ല വലിയ ജീരകം ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുക. പിന്നെ അങ്ങനെ തക്കാളി പച്ചമുളകൊക്കെ കീറിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചിലവരത് വറുത്തിട്ടൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ ഞാനിന്ന് പച്ചയോടെ വെക്കണത്. ഇതെന്താ ചൂടല്ലേ, ഭയങ്കര ചൂടാട്ടോ. മുകളിലായതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. പിന്നെ പകലൊക്കെ ജനലുകൾ തുറന്നിട്ട് അത്യാവശ്യം കാറ്റൊക്കെ വരും. പിന്നെ രാത്രിയാണ് കേട്ടോ മൊത്തം ചൂടും ഉള്ളിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ചോറ് നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വലിയ ജീരകം ഉള്ളി ഒക്കെ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ അരക്കലൊക്കെ കഴിഞ്ഞ് കറി ഒന്ന് കൂട്ടുക കേട്ടോ. പിന്നെ തളിച്ചെടുക്കുക. മീൻ നന്നാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് മുളക് ചൂരൊക്കെ പോയിട്ട് അങ്ങനെ ഇതായി വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം കുറച്ച് മീൻ നന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കും ഞാൻ. പിന്നെ ബാക്കിയുള്ളത് പൊരിക്കാനും റെഡിയാക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് അടിച്ചൊന്നും വാരിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരാനുണ്ട്. പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. എല്ലാവരും കണ്ടൊന്ന് ഫോളോ ചെയ്യുക. അതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. പിന്നെ ഇതാ മീനൊന്ന് നന്നാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ കാണുക, അല്ലാത്തവർ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ നിർബന്ധിച്ച് ആരെയും കാണണമെന്നൊന്നും പറയണമെന്നില്ല. ഇഷ്ടമുള്ള എല്ലാ മുത്തുമണീസും കാണും. നമ്മുടെ ഇഷ്ടമുള്ള വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയാണ് നമ്മൾ വീഡിയോ ഒന്നരാടല്ലെങ്കിലും 2 ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടുന്നത് അതിനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരാളാണെങ്കിലും 2 ആളാണെങ്കിലും ഇപ്പോൾ 10 ആളാണെങ്കിലും നമ്മളെ ഇഷ്ടമുള്ളവർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് വീഡിയോ ഇടുന്നത്. കാണുന്നവർക്ക് സിമ്പിളായിരിക്കും, പക്ഷെ അത് എടുത്ത് എഡിറ്റ് ചെയ്ത് വിടണമെങ്കിൽ നല്ല പണി തന്നെയാണ് കേട്ടോ. നമുക്ക് 10 റുപ്യ കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടുക തന്നെ വേണം. അപ്പോൾ നമ്മൾ ക്യാമറയിൽ അവിടെ ഇവിടെയൊക്കെ വെച്ചെടുക്കുമ്പോൾ നല്ല പണി തന്നെയാണ്. ചിലപ്പം വെള്ളത്തിലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഫോണ്. അങ്ങനെയൊക്കെയാണ്. നമ്മൾ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലം എപ്പോഴായാലും നമുക്ക് കിട്ടുമെന്ന് പറയുന്ന പോലെ നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ പ്രതിഫലം എപ്പോഴായാലും നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു വിശ്വാസത്തിൽ നമ്മൾ പണിയെടുക്കുക എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എനിക്ക് യൂട്യൂബ് ഇൻകം 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 7 വർഷത്തിൽ 2 പ്രാവശ്യം തന്നെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ 3ാമത്തെ ഇൻകം ആവണുള്ളൂ. അപ്പോൾ എല്ലാവരും വേഗം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യുക കേട്ടോ. നമ്മൾ കഷ്ടപ്പെടുന്നതിനുള്ള ഒരു പ്രതിഫലം നമുക്ക് എപ്പോഴായാലും കിട്ടണ്ടേ.
അതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്യണം. അങ്ങനെയൊക്കെയാണ്. സിമ്പിളൊന്നും അല്ല കേട്ടോ, നല്ല പാടുണ്ട് ഇത് ചെയ്യണമെങ്കിലൊക്കെ. അങ്ങനെ നമ്മുടെ പറഞ്ഞപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ അടുക്കളയൊക്കെ അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒക്കെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഇനിയും ഒക്കെ വലിച്ചു വാരി ഇടും കേട്ടോ. അപ്പോൾ ഞാനിത് ഹാള് ഇനി ഒന്ന് അടിച്ചു വിടണം കേട്ടോ. പൊടി കടലാസും പൊടിയൊന്നും അത്ര ഉണ്ടാവില്ല. ഈ കടലാസും പേപ്പറൊക്കെ തന്നെ ഇട്ട് ഉണ്ടാവുള്ളൂ. കുട്ടികളെ പിച്ച് ചീന്തി ഇട്ടിട്ടൊക്കെ. പിന്നെ ഇനി തുണികളൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടാക്കുക, ഒന്ന് തോരയിടണം. അങ്ങനെ പിന്നെ നമ്മുടെ മെഷീനൊക്കെ നേരാക്കിയിട്ടുണ്ട് കേട്ടോ. അന്ന് പെരുന്നാളിലന്ന് തുണികളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കുറച്ച് അടിക്കാനൊക്കെ ഉണ്ട്. പണിയൊക്കെ കഴിഞ്ഞിട്ട് ശേഷം ഞാൻ അടിക്കാനൊക്കെ ഇരിക്കും. മാക്സി കീറിയതും തലാണി കവറും അങ്ങനെ അലിജില്ലറൊക്കെ ഞാൻ അടിക്കും കേട്ടോ. പിന്നെ നമ്മുടെ അക്കോറത്തിൻ്റെ അവസ്ഥ ഒന്നും പറയണ്ട മക്കളെ. മീനൊക്കെ ചത്തുപോയി കേട്ടോ. ചൂട് കൊണ്ടാണോ ഇനി എന്തോന്നറിയില്ല, എല്ലാം പോയി. ഇനി നമുക്ക് 1-2 വാങ്ങിയിടണം. പെറ്റിട്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, 4-5 ഒക്കെ വലുതായിട്ട് കേട്ടോ പോയത്. ചൂട് കൊണ്ടാ തോന്നുന്നു ഒക്കെ പോയി. ഇനി ചെറുത് വാങ്ങിയിടണം. അങ്ങനെ നമ്മുടെ അടിക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി ഫുഡ് കൂടി കഴിക്കണം. പ്രയാസം വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റിൻസിമോൾ പിന്നെ മാഗി ഉണ്ടാക്കിയിട്ട് അത് മതി എന്ന് പറഞ്ഞാൽ അത് കഴിച്ചിട്ട് അങ്ങനെ പഠിക്കാമായിരുന്നു കേട്ടോ. അവൾക്ക് എക്സാമാണ്, അതിന് 2 എക്സാമും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ അധികം എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞു ഡെയിമി ലൈഫ് കൊണ്ട് വന്നതാണ്. ഇനി 2:30 ആകുമ്പോൾ നമ്മുടെ ഫാത്തിമക്കുട്ടിയെ വിളിക്കാൻ പോകണം. ഇനിയിപ്പോൾ 2 മാസം സ്കൂൾ പൂട്ടാൻ പോകുമല്ലേ അല്ലേ. അപ്പോൾ എല്ലാവരും ഇപ്പോഴേ വെക്കേഷനൊക്കെ പോയിട്ടുണ്ടാവില്ലേ, പെരുന്നാൾക്കായിട്ട് അടിച്ചു വിളിക്കാൻ പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളൊന്നും എവിടെയും പോയിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് സ്കൂളൊക്കെ പൂട്ടട്ടെ, എവിടെയെങ്കിലുമൊക്കെ തിരിച്ച കുട്ടികളെയും കൊണ്ട് പോകണം. പാർക്കോ ബീച്ചോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അവർക്കും അതൊരു സന്തോഷമാവുമല്ലോ. അപ്പോൾ ഇപ്പോഴല്ല കേട്ടോ, സ്കൂളൊക്കെ പൂട്ടിയിട്ട് എപ്പോഴൊന്നും പോകില്ല. എപ്പോഴെങ്കിലും ഒരു ദിവസം പോയിട്ട് അതോടെ അവന് പറയണതിൻ്റെ ഒരു പരാതി തീർക്കാൻ വേണ്ടി മാത്രം. എനിക്ക് പിന്നെ അങ്ങനെ എല്ലാവരുടെയും പോകണമെന്ന് അത്ര എന്താ പറയുക, ഒരുപാട് അങ്ങോട്ട് പോകണമെന്നൊന്നും അധികം ഇഷ്ടമില്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് ഇതിനൊക്കെ അങ്ങനെ പോയി കാറ്റ് കൊണ്ട് വൈകുന്നേരം പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് നമ്മുടെ ആദ്യം ഇതോടെ പാടത്തൊക്കെ ഇങ്ങനെ പോയിരിക്കും കേട്ടോ. അതൊക്കെ അപ്പോൾ നമ്മളതാ മീൻചാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി മീൻചാറാണ്. അപ്പോൾ ചോറ് കൊണ്ടാ പറയും കേട്ടോ. അപ്പം ഞാനും ഒന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അവളെ വിളിക്കാൻ പോകാൻ. മീൻ പൊരിച്ചതും മീൻ കറിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടോ. നമ്മുടെ മീൻ കറിൻ്റെ ഒരു ഇതും വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. ആ കറിക്ക് അതിൽ വേറെ ഒരു കറിയും വരില്ല. നമ്മുടെ പാലക്കാട് മീൻ കറി നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ആ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാ മുത്തുമണീസും ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ചൂട് കാരണം ഞാൻ കൈ കുറവുള്ള മാക്സി എടുത്തിട്ട് കേട്ടോ, ആരും ഒന്നും വിചാരിക്കണ്ട. ഒത്തിരി കൈ കുറച്ച് ഇറക്കം കുറവായിപ്പോയി. എനിക്ക് ഇടാണ്ട് ഇടുമ്പോൾ എന്തോ ഒരു ചമ്മലും മടിയൊക്കെ തോന്നിയിട്ടോ. പിന്നെ ചൂടല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ്. അപ്പം മക്കളെ റജിക്കുട്ടി മീൻ ചാറൊക്കെ കൂട്ടി വാരി കഴിച്ചപ്പോൾ വാരി കൊടുത്തപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ സൂപ്പർ എന്നൊക്കെ പറയണം അതിൽ കൂടെ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് ഇടാനൊന്നും മറക്കണ്ട കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ഇല്ലെങ്കിൽ കമൻറ്റൊക്കെ ഇടുക. വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.